Hi friends, Upbeat Pinnacle അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പി ബ്ലോക്ക് എലമെന്റ് ആണ്. അതിൻ്റെ അകത്ത് ഫോക്കസ് ഏരിയ ഒക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. പി ബ്ലോക്കിൻ്റെ അകത്ത് കുറച്ച് ഫോക്കസ് ഏരിയ മാത്രമേ നമ്മുടെ +1ൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളൂ. ഏതൊക്കെയാ? ഒന്നാമത്തെ ഡൈബോറേൻ, രണ്ടാമത്തെ അലോട്രോപ്പ് ഓഫ് കാർബൺ. കാർബൺ ഒരുപാട് അലോട്രോപ്പ് ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്ന. ഏതൊക്കെയാ? ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ഫുള്ളറിൻസ്, ഇതൊക്കെയാണ് എന്താ അലോട്രോപ്പ്, ആ കാര്യങ്ങൾ. ഓക്കെ, പിന്നെന്താണ്? പിന്നെ പഠിക്കാനുള്ള കാർബൺ മോണോക്സൈഡ്, പിന്നെ പഠിക്കാനുള്ള സിലിക്കോൺസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്ത് +1ൽ പി ബ്ലോക്കിൻ്റെ അകത്ത് ഫോക്കസ് ഏരിയ. അതിനകത്ത് ഒന്നാമത്തെ ഫോക്കസ് ഏരിയ നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്താണ്? ഡൈബോറേൻ. ഓക്കെ, വെരി സിമ്പിളാണ് ഡൈബോറേൻ. ഓക്കെ, ഇത് ചോദിച്ചിട്ടുള്ളതാണ്, ശ്രദ്ധിക്കുക, ഡൈബോറേൻ. അപ്പോൾ എന്താ ഡൈബോറേൻ? ഡൈബോറിൻ്റെ ഫോർമുല എല്ലാവരും ഓർത്തോണം. എന്താണ്? B2H6 ആണെന്ത് ഡൈബോറേൻ. ഓക്കെ അല്ലേ? ഇവിടെ 2 ബോറിൻ ഇല്ല, അതുകൊണ്ടാണ് ഇതിനെ ഡൈബോറേൻ എന്ന് പറയുന്നത്. ഇതൊരു ബോറോണ്ട് ഒരു ഹൈഡ്രേഡാണ്. ബോറോണിൻ്റെ ഒരു ഹൈഡ്രേഡ് ആണെന്ത് ഡൈബോറേൻ. എന്താ ഹൈഡ്രേഡ് എന്ന് വെച്ചാൽ ബോറോണും ഹൈഡ്രേജൻ ചേർന്ന ഒരു കോമ്പൗണ്ട് ആണ് ഡൈബോറൻ. അതുകൊണ്ടാണ് ഇതൊരു സിമ്പിൾ ബോറോൺ ഹൈഡ്രേഡ്. ബോറോണിൻ്റെ സിമ്പിൾ ഹൈഡ്രേഡ് ആണെന്ത് ഡൈബോറൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഡൈബോറൻ ഈസ് ദ സിമ്പിൾ ബോറോൺ ഹൈഡ്രേഡ്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് ലാബിൽ പ്രിപ്പയർ ചെയ്യുന്നത്? എങ്ങനെയാണ് ഡൈബോറൻ ലാബിൽ പ്രിപ്പയർ ചെയ്യുന്നത്? ഒന്നുമില്ല മക്കളെ, ഓക്സിഡേഷൻ ഓഫ് സോഡിയം ബോറോഹൈഡ്രേറ്റ് വിത്ത് അയഡീൻ. ഇതാണ് NaBH4 ആണ് സോഡിയം ബോറോഹൈഡ്രേറ്റ്. ഇതിനെ അയഡീനുമായിട്ട് എന്ത് ചെയ്യണം? ഓക്സിഡേഷൻ ചെയ്യണം. ഓക്സിഡേഷൻ ഓഫ് സോഡിയം ബോറോഹൈഡ്രേറ്റ് വിത്ത് അയഡീൻ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ലാബിൽ എന്ത് കിട്ടും? ഡൈബോറേൻ കിട്ടും. അപ്പോൾ എന്താ ഡൈബോറേൻ? കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാം എന്താ ഡൈബോറേൻ. ഡൈബോറേൻ എന്ന് വെച്ചാൽ ബോറോണിൻ്റെ സിമ്പിൾ ഹൈഡ്രേഡ് ആണ്. ഓക്കെ അല്ലേ? അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ഒന്നുമില്ല, NaBH4ഉം സോഡിയമായിട്ട് എന്ത് ചെയ്യണം? റിയാക്ട് ചെയ്യണം. എന്നിട്ട് ഓക്സിഡേഷൻ ഓഫ് സോഡിയം ബോറോഹൈഡ്രേറ്റ് വിത്ത് അയഡീൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡൈബോറേൻ കിട്ടി. ഓക്കെ അല്ലേ? പഠിച്ചോണം. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ലാർജ് സ്കെയിൽ എങ്ങനെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? സ്മോൾ സ്കെയിൽ അഥവാ ലാബിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ എന്താണ്? ഹ്യൂജ് എമൗണ്ട് ആയിട്ട് എങ്ങനെ ഡൈബോറേൻ പ്രിപ്പയർ ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ അല്ലേ? എളുപ്പമാണ്. BF3 എന്താണ്? BF3യും NaOH-ഉമായിട്ട് റിയാക്ട് ചെയ്യും. എന്താണ്? BF3യും NaOH-ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? B2H6ഉം പിന്നെ എന്താണ്? NaF-ഉം കിട്ടുന്നു. അങ്ങനെ ഡൈബോറേൻ കിട്ടുന്ന 2 മെത്തേഡ് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ സ്മോൾ സ്കെയിലിലും, സ്മോൾ സ്കെയിൽ എന്ന് വെച്ചാൽ ലാബിലും, രണ്ടാമത്തെ ലാർജ് സ്കെയിലിലും. സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ ലാബിൽ പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞതാണ് എന്താണ്? ഓക്സിഡേഷൻ ഓഫ് എന്താണ്? സോഡിയം ബോറോഹൈഡ്രേറ്റിനെ അയഡിനുമായി ട്രീറ്റ് ചെയ്യുക. എന്നാൽ BF3യും NaOH-ഉമായി റിയാക്ട് ചെയ്താൽ നമുക്ക് എന്താണ്? ലാർജ് സ്കെയിലിൽ നമുക്ക് എന്ത് കിട്ടും? ഡൈബോറേൻ കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? ഇനി ശ്രദ്ധിച്ചോണം. ഇനി ഡൈബോറേൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഡൈബോറേൻ ഈസ് എ കളർലെസ് ടോക്സിക് ഗ്യാസ്. കളർലെസ് ആണ്, ടോക്സിക് ഗ്യാസ് ആണ്. ഓക്കെ, ഇറ്റ് ക്യാച്ച് ഫയർ ഓൺ എക്സ്പോസ് ടു എയർ. കാരണം ഇതെന്താണ്? പെട്ടെന്ന് എയറിൽ നിന്ന് എന്താണ്? കാരണം കത്തും, പെട്ടെന്ന് എയറുമായിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. അങ്ങനെ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഡൈബോറേൻ ഈസ് എ കളർലെസ് ടോക്സിക് ഗ്യാസ്. ഇറ്റ് ക്യാച്ച് ഫയർ ഓൺ എക്സ്പോസ് ടു എയർ. അങ്ങനെ കത്തും, പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അത്രയും റിയാക്റ്റീവ് കൂടിയൊരു ഹൈഡ്രേഡ് ആണെന്ത്? ഡൈബോറേൻ. ഓക്കെ അല്ലേ? അങ്ങനെ നോക്കിയതാണ് B2OH6. ഇതെന്താണ്? ഓക്സിജൻ. എയറിനകത്ത് ഓക്സിജൻ ഉണ്ടല്ലോ, റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ്? അതിൻ്റെ ഓക്സൈഡ് കിട്ടും. അതിൻ്റെ ഓക്സൈഡ് നമുക്ക് എന്ത് ചെയ്യും? കിട്ടുന്നു. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കണം. ഡൈബോറേൻ ഈസ് ഹൈഡ്രോളിസിസ് ബൈ വാട്ടർ. ഡൈബോറേൻ വാട്ടറുമായിട്ട് ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ബോറിക് ആസിഡ് ആണ്. അതാണ് BOH ത്രൈസ് ആണെന്ന് ബോറിക് ആസിഡ്. അപ്പം ഈ നമുക്കറിയാം ഡൈബോറേൻ ഹൈഡ്രോളിസിസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ബോറിക് ആസിഡ് ആണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഡൈബോറേൻ്റെ പ്രോപ്പർട്ടിയാണ് ഡൈബോറേൻ ഈസ് കളർലെസ് ടോക്സിക് ഗ്യാസ് ആണ്. പെട്ടെന്ന് എന്താണ്? എയറുമായിട്ട് റിയാക്ട് ചെയ്യും, കത്തും, ഹ്യൂജ് എമൗണ്ട് ഓഫ് എന്താണ്? ഹീറ്റ് റിലീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ എന്താണ്? എക്സോതെർമിക് ആണ്. എന്താണ്? എക്സോതെർമിക് ആണ്.
Okay, diboron is hydrolysis with water. Diboron വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ബോറിക് ആസിഡ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? അങ്ങനെയാണ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനോർഗാനിക് ബെൻസീൻ. എന്താണ് ഇനോർഗാനിക് ബെൻസീൻ? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. നമുക്കറിയാം ബെൻസീൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ്? ഇതാണ് ബെൻസീൻ്റെ ഫോർമുല അല്ലേ? നമുക്കറിയാം. അല്ലെങ്കിൽ C6H6 ആണ്. നമുക്കല്ലേലും അറിയാം ഓർഗാനിക്കും ഇനോർഗാനിക്കും. എന്താ ഓർഗാനിക് എന്ന് വെച്ചാൽ കാർബൺ ഉണ്ടെങ്കിൽ അത് ഓർഗാനിക്കാം, കാർബൺ ഇല്ലെങ്കിൽ അതെന്താണ്? ഇനോർഗാനിക്കാം. മനസ്സിലാവുന്നുണ്ടോ? കാർബൺ ഉണ്ടെങ്കിൽ അത് ഓർഗാനിക്കാം. ഇത് ഓർഗാനിക് ബെൻസീനാണ്. ഓക്കെ അല്ലേ? ഇനോർഗാനിക് ബെൻസീനിൽ ഈ കാർബണിന് പകരം എന്താണ്? ബോറോണും നൈട്രജനും കാണും. മനസ്സിലായോ? ഇവിടെ കാർബൺ എത്ര ഉണ്ട്? 6. അപ്പോൾ ഇവിടെ ബോറോൺ 3, നൈട്രജൻ 3. മനസ്സിലായോ? ബോറോൺ 3, നൈട്രജൻ 3, ഹൈഡ്രജൻ അത് തന്നെ. ഓക്കെ അല്ലേ? H6 നോക്കിയാൽ മതി. മോളിക്കുലർ ഫോമിലേക്ക് ഒരു മാറ്റവും ഇല്ല. നമുക്കറിയാം C6H6 ആണ് എന്ത്? പറ, ബെൻസീൻ. ഇവിടെ നോക്കുമ്പോഴും 3 + 3 6, 6 + 6 12. 12 ആറ്റം ഉണ്ട്. ഇവിടെയും 12 ആറ്റം ഉണ്ട്. ബെൻസീൻ്റെ അതേ സ്ട്രക്ചർ ആയിരിക്കും. പക്ഷേ കാർബൺ വരും. എന്തൊക്കെ വരും? ബോറോണും നൈട്രജനും വരും മക്കളെ. അതാണ് ഇനോർഗാനിക് ബെൻസീൻ. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട് ബൊറാക്സിൻ എന്ന് പറയുന്നത്. എന്താണ്? ബൊറാക്സിൻ. ബൊറാക്സിൻ ഈസ് ദ ഇനോർഗാനിക് ബെൻസീൻ. ഒന്ന് പറഞ്ഞു പറ. ബൊറാക്സിൻ ഈസ് ദ ഇനോർഗാനിക് ബെൻസീൻ. അപ്പോൾ ഈ ഇനോർഗാനിക് ബെൻസീൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഡൈബോറേനെ എന്താണ്? ഡൈബോറേനും അമോണിയയുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് കിട്ടും. ആ ഇൻ്റർമീഡിയറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ ബൊറാക്സിൻ അല്ലെങ്കിൽ ഇനോർഗാനിക് ബെൻസീൻ കിട്ടുന്നു. അപ്പോൾ ഇനോർഗാനിക് ബെൻസീൻ അല്ലെങ്കിൽ ബൊറാക്സിൻ്റെ ഫോമിൽ ചോദിച്ചു കഴിഞ്ഞാൽ C6ന് പകരം ബോറോണും നൈട്രജനും വരും. ബോറോൺ C6ൽ ആ കാർബൺ 6ന് പകരം 2 ബോറോണും 3 ബോറോണും 3 നൈട്രജനും വരും. അതേ ഉള്ളൊരു വ്യത്യാസം. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷനാണ്. എന്താണ്? ഡൈബോറേൻ്റെ പ്രിപ്പറേഷൻ. എന്താണ്? റിയാക്ഷൻ വിത്ത് ഡൈബോറേൻ വിത്ത് അമോണിയ. അപ്പോൾ എന്താണ്? അമോണിയയും ഡൈബോറേനും കൂടെ നമുക്ക് B2H6 അല്ലേ പ്ലസ് NH2. അപ്പോൾ ഒരു അഡീഷൻ പ്രോഡക്റ്റ് കിട്ടും. എങ്ങനെയാ? B2H6 to NH3. ഓക്കെ അല്ലേ? to NH3. ഓക്കെ അല്ലേ? ഇതിനെ ഹീറ്റ് ചെയ്യുക. അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? B3N3H6. ഓക്കെ അല്ലേ? പ്ലസ് എന്താണ്? ഇത് ഓർത്താൽ മതി. ഓക്കെ, ഡൈബോറേൻ കിട്ടും. അല്ല ഡൈബോറൻ അല്ല, ബൊറാക്സിൻ അല്ലെങ്കിൽ ഇനോർഗാനിക് ബെൻസീൻ കിട്ടും. ഇപ്പോൾ ഇത്രയുള്ള കാര്യം. റിയാക്ഷൻ ഓഫ് ഡൈബോറൻ വിത്ത് അമോണിയ. അപ്പോൾ ഒരു അഡീഷൻ പ്രോഡക്റ്റ് കിട്ടും. ആ അഡീഷൻ പ്രോഡക്റ്റിനെ എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ബൊറാക്സിൻ അല്ലെങ്കിൽ ഇനോർഗാനിക് ബെൻസീൻ കിട്ടും. ഓക്കെ, ഇതാണ് ഇനോർഗാനിക്. ആണ് ബെൻസീൻ്റെ അതേ സ്ട്രക്ചറല്ലേ മക്കളെ? ബെൻസീൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതേ സ്ട്രക്ചറല്ലേ? നമുക്ക് ഇവിടെ എല്ലാം കാർബൺ അല്ലേ? കാർബണിന് പകരം ഇവിടെ വന്നേക്കുന്ന എന്താ മക്കളെ? കാർബണിന് പകരം നോക്കിയാൽ മതി. വന്നേക്കുന്നത് എന്താണ്? നോക്കിയാൽ മതി. കണ്ട, ബോറോൺ നൈട്രജൻ, ബോറോൺ നൈട്രജൻ, ബോറോൺ നൈട്രജൻ. കണ്ട, അപ്പോൾ ഇവിടെ എന്താണ്? ബോറോൺ നൈട്രജൻ. നോക്കിയാൽ കണ്ട, B3N3H6 എന്ന് വരും. ഓക്കെ, കാരണം ഇത്രയോളം മാത്രം മതി. ഇനോർഗാനിക് ബെൻസീനകത്ത് എന്തില്ല? കാർബൺ എന്ന് പറയുന്ന സാധനമില്ല. ഓർഗാനിക്കിനകത്ത് കാർബൺ ഉണ്ട്. ഓർഗാനിക് ബെൻസീൻ്റെ ഫോർമുല C6H6 ആണ്. ഈ 6 കാർബൺ ആറ്റത്തിന് പകരം ബോറോണും നൈട്രജനും വരും. B3N3H6 എന്ന് വരും. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഇനി നമ്മൾ ഡൈബോറേൻ്റെ സ്ട്രക്ചറാണ്. അത് ഞാനൊന്ന് വായിക്കാം. ഓക്കെ, ഈച്ച് ബോറോൺ ആറ്റം, ഡൈബോറേൻ്റെ അകത്ത് 2 ബോറോണും 6 ഹൈഡ്രജനും ഉണ്ട്. ഓക്കെ, ഈച്ച് ബോറോൺ ആറ്റം ഇൻ B2H6 ഇൻ sp3. അപ്പം ഈ B2H6ൻ്റെ അകത്ത് ഓരോ ബോറോൺ ആറ്റവും എന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഓക്കെ, ദ സ്ട്രക്ചർ കണ്ടെയ്നിങ് 2 ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. 2 ടൈപ്പ് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഓക്കെ, ദ 4 ടെർമിനൽ ഹൈഡ്രജൻ ആറ്റം ആൻഡ് 2 ബ്രിഡ്ജഡ് ഹൈഡ്രജൻ ആറ്റം. 4 ടെർമിനൽ ഹൈഡ്രജൻ ആറ്റവും 2 ബ്രിഡ്ജഡ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, 4 ടെർമിനൽ ഹൈഡ്രജൻ ആറ്റം ആർ 2 ബോറോൺ ആൻഡ് ഇൻ ദ സെയിം പ്ലെയിൻ. അപ്പോൾ ടെർമിനൽ ഹൈഡ്രജൻ ആറ്റം സെയിം പ്ലെയിനിലും, എന്നാൽ ബ്രിഡ്ജഡ് ഹൈഡ്രജൻ ആറ്റം പ്ലെയിന് മുകളിലും താഴെയുമാണ്. ഓക്കെ അല്ലേ? BH ഫോമൽ ടെർമിനൽ ഹൈഡ്രജൻ ആറ്റം നോർമൽ കോവാലന്റ് ബോണ്ട്, വൈൽ ദ BH ബോണ്ട് ആർ 3 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ
ബോണ്ടഡ്. ഇപ്പം ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോ. ഇത്രയുള്ള ഞാൻ സ്ട്രക്ചർ പറയാം. ഓക്കെ, നോക്കിയാൽ ഇതാണ് B2H6ൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇവിടെ ഓക്കെ 2 ബോറോൺ ഉണ്ട് അല്ലേ, 2 ബോറോൺ ഉണ്ട്. ഓക്കെ, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4, 2, 4, 6 ഹൈഡ്രജൻ. ഓക്കെ അല്ലേ? അതിൻ്റെ അത് നോക്കിയാൽ മതി, 4 ഹൈഡ്രജൻ കണ്ട സെയിം പ്ലെയിൻ. അതെ, ഈ 4 ഹൈഡ്രജൻ ശ്രദ്ധിക്കുക. ഈ 4 ഹൈഡ്രജൻ നോക്കിയോ, അതെ, ഒന്ന് ഇത്, ഓക്കെ സോറി, ഒന്ന് ഇത്, 2, 3, 4, ഇത് 2 നോക്കിയാൽ സെയിം പ്ലെയിനില്ല. അതുകൊണ്ട് ഈ 4 ഹൈഡ്രജൻ പറയുന്ന പേരാണ് ടെർമിനൽ ഹൈഡ്രജൻ. എന്താണ്? ടെർമിനൽ ഹൈഡ്രജൻ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ മതി. ഈ ഹൈഡ്രജൻ നോക്കുക, കണ്ട, ഇതാണ് ബ്രിഡ്ജഡ്, ഒരു പാലം കൂട്ടല്ലേ ഇരിക്കുന്നത്, കണ്ട, ബ്രിഡ്ജഡ് ഹൈഡ്രജൻ. ഒരു ബന്ധിപ്പിക്കുകയല്ലേ, ഒരു പാലം കൂട്ടല്ലേ ബ്രിഡ്ജഡ് ഹൈഡ്രജൻ. അതെങ്ങനെയാണ്? ഒന്ന് ബോറോണിന് മണ്ടയ്ക്കും ഒന്ന് ബോറോണിന് താഴെയും. ഓക്കെ അല്ലേ? അപ്പം ഇതാണ് ബ്രിഡ്ജഡ് ഹൈഡ്രജൻ. ഇത് പറയുന്ന പേരാണ് ടെർമിനൽ ഹൈഡ്രജൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ഇനി ശ്രദ്ധിക്കാം, നമ്മൾ ടെർമിനൽ ഹൈഡ്രജൻ എത്ര ഉണ്ട്? 4 എണ്ണം സെയിം പ്ലെയിനിലാണ്. നോക്കിയാൽ മതി. അപ്പം 4 എണ്ണം നോക്കിയാൽ മതി. നമുക്കറിയാം ഹൈഡ്രജൻ എന്താ ശ്രദ്ധിക്കുക. ഹൈഡ്രജൻ ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവരൊരു ഇലക്ട്രോൺ. അപ്പോൾ ഹൈഡ്രജൻ എത്ര സെൻറ്റർ ഉണ്ട്? ഈ ബോണ്ടിന് എത്ര സെൻറ്റർ ഉണ്ട്? 2 സെൻറ്റർ. പക്ഷേ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. അപ്പോൾ അതുകൊണ്ട് ടെർമിനൽ ഹൈഡ്രജൻ എപ്പോഴും എന്താണ്? 2 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ ബോണ്ട് ആയിരിക്കും. ഓക്കെ അല്ലേ? കാരണം നോക്കിയാൽ അതേ ബോറോൺ ഹൈഡ്രജൻ ബോറോൺ ഒരു 2 സെൻറ്റർ ഉണ്ട്, പക്ഷേ എന്താണ്? 2 ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, അത് ആ ടെർമിനൽ ഹൈഡ്രജൻ എപ്പോഴും എന്തായിരിക്കും? 2 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ ബോണ്ട് ആയിരിക്കും. എന്നാൽ ബ്രിഡ്ജ് ഹൈഡ്രജൻ നിങ്ങൾ നോക്കിയാൽ മതി. ബ്രിഡ്ജ് ഹൈഡ്രജൻ അതേ 1, 2, 3 സെൻറ്റർ ഉണ്ട്, 3 സെൻറ്റർ ഉണ്ട്. പക്ഷേ ഹൈഡ്രജൻ 1 ഇലക്ട്രോണേ ഉള്ളൂ. മനസ്സിലായി? ഹൈഡ്രജന് 1 ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പം ബോറോൺ 1 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ എന്താണ്? ഇതെന്താ വെച്ചാൽ 3 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ ബോണ്ട് എന്ന് പറയും. കാരണം ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്, ഇങ്ങനെ വരയ്ക്കുന്നത്, ഇങ്ങനെ പോകുന്നതുകൊണ്ടാ. ഓക്കെ, ഏകദേശം ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ എന്താണ്? 1, 2, 3 സെൻറ്റർ ഉണ്ട്, പക്ഷേ ഈ 2 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ബ്രിഡ്ജ് ഹൈഡ്രജൻ എന്താണ്? 3 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ ബോണ്ട് ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് ബനാന ബോണ്ട്. എന്താണ്? നോക്കുക, ഒരു ബനാന കൂട്ടലിരിക്കുന്നത്. ഞാൻ വരച്ചോ ബനാന അല്ലെങ്കിൽ പോലും ഏകദേശം അങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു ബനാന കൂട്ടിരിക്കും. അപ്പോൾ ഇതെന്താണ്? ബനാന ബോണ്ട് എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഡൈബോറേൻ B2H6 ആണ് ഡൈബോറേൻ എന്ന് വെച്ചാൽ ഈ ബി ആറ്റവും എന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. 2 ടൈപ്പ് ബോണ്ട് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് 2 സെൻറ്റേഡ് 2 ഇലക്ട്രോണും ഒന്ന് 3 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ. ഓക്കെ, 2 ടൈപ്പായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഒന്ന് ടെർമിനൽ, 4 ഹൈഡ്രജൻ ടെർമിനലും 2 ഹൈഡ്രജൻ എന്താണ്? ബ്രിഡ്ജഡും. ടെർമിനൽ എന്താണ്? സെയിം പ്ലെയിനിലാണ്. ബ്രിഡ്ജഡ് ഒന്ന് മണ്ടയ്ക്കും ഒന്ന് താഴെയുമാണ്. ഓക്കെ, ടെർമിനൽ ഹൈഡ്രജൻ അപ്പോൾ എന്താണ്? 2 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ പെയർ എന്ന് വെച്ചാൽ നോർമൽ കോവാലന്റ് ബോണ്ട്. മറ്റെന്താണ്? 3 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ ബോണ്ട് എന്ന് വെച്ചാൽ ബനാന ബോണ്ട് എന്ന് പറയും. ഇതാണെന്ന് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഡൈബോറേൻ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ സ്ട്രക്ചർ ഓഫ് ഡൈബോറേൻ ഒന്ന് വായിക്കാം. ഇനി നിങ്ങൾ നോക്കിയാൽ മതി. ശ്രദ്ധിക്കാം. ഈച്ച് ബോറോൺ ആറ്റം ഇൻ B2H6 ഈസ് sp3. ദ സ്ട്രക്ചർ കണ്ടെയ്നിങ് 2 ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ. 2 ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ഉണ്ട്. പറഞ്ഞ് ഏതൊക്കെയാ? ഒന്ന് ദ 4 ടെർമിനൽ ഹൈഡ്രജൻ ഞാൻ കാണിച്ചതാണ്, ആൻഡ് 2 ബ്രിഡ്ജഡ് ഹൈഡ്രജൻ. Okay, the 4 terminal hydroatom and 2 bridge hydroatom in the 4 terminal hydroatom and the 2 boron atom in the same plane. ഞാൻ പറഞ്ഞു. പക്ഷേ എന്താണ്? ബ്രിഡ്ജഡ് ഹൈഡ്രജൻ ഒന്ന് മണ്ടയ്ക്കും ഒന്ന് താഴെയുമാണ് അല്ലേ? BH ഫോംഡ് ബോറോൺ ഹൈഡ്രജൻ ബോണ്ട് ഫോംഡ് ടെർമിനൽ ഹൈഡ്രാറ്റമിൻ്റെ നോർമൽ കോവാലന്റ് ബോണ്ട് എപ്പോഴും എന്തായിരിക്കും? 2 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ ആയിരിക്കും. അറിയാമല്ലോ, BH എന്ന് വരുമ്പോൾ നമുക്കറിയാം എന്താണ്? ഇവിടെ ബിക്ക് ഒരെണ്ണമുണ്ട്, എച്ചിന് ഒരെണ്ണമുണ്ട്. പക്ഷേ 2 സെൻറ്റർ ഉണ്ട്, ബിക്കിൻ്റെയും എച്ചിൻ്റെയും സെൻറ്റർ. അപ്പം 2 നോർമൽ കോവാലന്റ് ബോണ്ട് എപ്പോഴും എന്തായിരിക്കും? 2 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ ബോണ്ട് ആയിരിക്കും. എന്നാൽ ബ്രിഡ്ജിലാവുമ്പോൾ എന്താ? BH ബോണ്ട് 3 സെൻറ്റർ ഉണ്ട്. ഇവിടുത്തെ BHB അല്ലേ? അപ്പോൾ 3 സെൻറ്റർ ഉണ്ട്, പക്ഷേ 2 ഇലക്ട്രോണുകൾ. അതാണ് 3 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ ബോണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരെന്താണ്? പറ, ബനാന. ഞാൻ വരച്ചപ്പോൾ ബനാന ഒന്നും വന്നില്ല, പക്ഷേ അത് ബനാനയാണ്, അങ്ങനെ വരയ്ക്കാം. ഓക്കെ, ബനാന ബോണ്ട് എന്ന് പറയുന്നു. ഓക്കെ അല്ലേ മക്കളെ? ബനാന ബോണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് സംഭവം.
ബനാന. ഇങ്ങനെയൊക്കെ ബനാന ടൈപ്പാണ് വരുന്നത് കേട്ടോ. ഞാൻ വരയ്ക്കുമ്പോൾ ബനാന കൂട്ടൊന്നും വരത്തില്ലെങ്കിലും അതെന്താണ്, ബനാനയാണ്. ബനാന ബോണ്ട് എന്നും പറയുന്നു. ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയാണ് ഡൈബോറോൻ്റെ കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഇനി പറയണ്ടല്ലോ. ഓക്കെ.